വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് നന്നായി കഴുകിയെടുക്കാം. കാരണം ഇതിൽ അഴുക്കൊക്കെ ഉണ്ടാവും. ഒന്ന് കഴുകി നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് വീണ്ടും ഇതൊന്നുകൂടെ കഴുകിയെടുക്കാം. അങ്ങനെ ഒരു 3 പ്രാവശ്യം കഴുകിയെടുക്കുമ്പോൾ ഇതിൽ വല്ല മണ്ണോ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ഇപ്പോൾ ഞാൻ ഒരു 3 പ്രാവശ്യം ഇത് കഴുകിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തലയും വാലും തൊണ്ടും ഒക്കെ കളയാം. ഇനി നമുക്ക് ഓരോ കൊഞ്ചെടുത്ത് ശരിയാക്കാം. അതിതിൻ്റെ വാലിങ്ങനെ കളയണം. കണ്ടോ, ഇങ്ങനെ ഊരിയെടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു ഓറഞ്ച് കളറിലൊരു ഇത് കണ്ടോ, അത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാലുകളൊക്കെ നമുക്കിങ്ങനെ മുറിച്ച് കളയാം. ഇനി ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ കാലുകളൊക്കെ നമുക്ക് കത്രിക കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് മുറിച്ച് കളയാം. എന്നിട്ട് ഇതിൻ്റെ തല ഇവിടെ മുറിക്കാം. ഇങ്ങനെ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിരിക്കുന്ന കണ്ടോ, ഈ മഞ്ഞ കളറിലെ കണ്ടോ, ഇതാണ് നല്ല ടേസ്റ്റുള്ള സാധനം. നമ്മൾ ഇത് മാത്രം ഇങ്ങനെ ഊരിയെടുക്കുക. കണ്ടോ, ഇത് ഇങ്ങനെ തന്നെ. പിന്നെ നമ്മൾ നന്നായിട്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം കഴുകിയത് കൊണ്ട് ഇതിൽ അഴുക്കൊന്നുമില്ല. അപ്പോൾ അത് കാരണം നല്ല നീറ്റായിട്ടിരിക്കുക. അതിനാണ് ഞാൻ ആദ്യം തന്നെ നല്ലപോലെ കഴുകിയത്. പിന്നെ ഇതിൻ്റെ തോലൊഴിക്കണ്ടോ, അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയത്. നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇങ്ങനെ വേണം ഇത് എടുക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഓരോന്നും ശരിയാക്കിയെടുക്കാം. ഇനി ഇതിൽ പ്രധാനമായിട്ടൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ഉള്ളിലൊരു ഇങ്ങനെ ചെറിയ ഒരു നാര് പോലെ ഒരു കുടൽ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെമ്മീൻ്റെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിതിങ്ങനെ കാണാം. കണ്ടോ കണ്ടോ, ഈ നാര് കണ്ടോ, ഈ നാര് നമ്മളിങ്ങനെ പതുക്കെ വലിച്ചെടുക്കണം. കണ്ടോ, ഈ നാര് ഉള്ളിൽ പോകുമ്പോഴാണ് ഈ ചിലർക്ക് വയറുവേദന അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതെടുത്ത് കളയാൻ ശ്രദ്ധിക്കും. ചെമ്മീൻ ഞാൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇത് 1 കിലോ ചെമ്മീനാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും പകുതി എടുത്തിട്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് മൺചട്ടിയിലുള്ള മീനിലേക്ക് 2 കഷ്ണം ചെറിയ കുടമ്പുളി ഇട്ട് കൊടുക്കാം. ഇതൊരു കഷ്ണം ഞാൻ 2ആയി മുറിച്ചതാട്ടോ. കാരണം ഈ ചെമ്മീൻ എപ്പോൾ വേവിക്കുമ്പോഴും ഒരു കഷ്ണം കുടമ്പുളി ഇട്ടാൽ വയറിന് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും ഇടാം, അല്പം വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി ചെറുതായി ചതച്ചെടുത്തത് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ, എല്ലാം കൂടെ ഒന്ന്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, അപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റും കൂടെ മൂടി വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കൂടെ കഴിഞ്ഞു. കണ്ടോ, ഇനി നമുക്ക് തുറക്കാം. കണ്ടോ, വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ ഇരിക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള നേർപ്പിച്ച് അരിഞ്ഞെടുത്തത് കേട്ടോ, നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് ഒരു 4 വെളുത്തുള്ളി ചതച്ചെടുത്തത്. ചെമ്മീന് കൊളസ്ട്രോൾ ഉണ്ടെന്നൊക്കെയാണല്ലോ പറയാം, അപ്പോൾ അതൊക്കെ ഒരു ശമനമായിക്കോട്ടെ. അപ്പോൾ 4 വെളുത്തുള്ളി ചതച്ചത്. ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട കേട്ടോ വെളുത്തുള്ളിയുടെ സ്മെല്ല്. ചെമ്മീൻ ഞണ്ടൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെളുത്തുള്ളി ഇടുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിത് വേഗം മുരിയാനായിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക്. സവാള ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒന്ന് ശരിക്കും കിടന്നൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മുളക് പൊടി ഇടാം. മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി കേട്ടോ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലൊരു കളറൊക്കെ കിട്ടുമേ. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അത് നല്ല എരിവുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഒരു 2 മിനിറ്റ് നേരം. ഈ തക്കാളി ഒന്ന് വെന്തുടയട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ആ മൺചട്ടി കഴുകിയിട്ട് അല്പം വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ചെമ്മീൻ വേവിച്ചതിൻ്റെ കുറേ അംശമൊക്കെ ചട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് കുറച്ച് വെള്ളം ഒന്നത് കഴുകി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഈ മസാലയൊക്കെ ചെമ്മീനിലേക്ക് ഒന്ന് പിടിക്കട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത്
ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.